ഇന്ത്യയെ വിജയിപ്പിച്ചതിന് ശേഷവും സഞ്ജുവിനെ അധിക്ഷേപിച്ച് വന്ന രണ്ട് വെടലകൾ. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. സഞ്ജു സാംസൺ ഇന്ത്യയെ രക്ഷപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞോണ്ടോ എന്താ ഇന്ത്യയുടെ രക്ഷകൻ എന്നൊക്കെ പറഞ്ഞ് കിടന്ന് ഇപ്പോ സോഷ്യൽ മീഡിയയിലെ കുറെ പോസ്റ്റ് ഒക്കെ ഉണ്ട്. ആരാ ഈ സഞ്ജു സാംസൺ? ഇളക്കല്ലേ? അല്ല സാർ, ആളറിയാതെ വേണ്ട അഭ്യാസം നടക്കണ്ട. ആരാ സഞ്ജു സാംസൺ നിനക്ക് അറിയാതില്ല, പിന്നെ എന്തിനാ ഞാൻ നിൽക്കുന്നേ? ചെകുത്താന്റെ സഞ്ജു സാംസൺ ആണോ ഇന്ത്യയുടെ ദാരിദ്ര്യം മൊത്തം ഇല്ലാണ്ടാക്കിയതോ? സഞ്ജു സാംസൺ റേഷൻ കടയിലായിരുന്നു പണി, ദാരിദ്ര്യം മാറ്റാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. ഇവൻ ആളും ഒണ്ണയാണെങ്കിലും തന്തക്ക് പറക്കാത്തവരാ. അവനാണോ അരി അളന്നെടുക്കുന്നത്? അതോ ഇത് ഭക്ഷ്യവകുപ്പിന്റെ മന്ത്രിയല്ലോ? ഒരു അരിയും പിണ്ണാക്കും അറിയാതെ വന്നിരുന്നിട്ട് കൊണയടിയാണ്. സന്തോഷായി, നല്ല സന്തോഷായി. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വീട്ടിൽ പറയുള്ളൂ തെണ്ടി. പൊല്യൂഷൻ ടോട്ടലി ഇല്ലാണ്ടാക്കി, ജനസംഖ്യ കുറച്ചോ? മുട്ടുകുത്തിന്ന് കുരിശു വരച്ചു. അതാണോ നിനക്ക് പറ്റിയ പണി? വേറെ മുട്ടുകുത്തിയിട്ടുള്ള പരിപാടിയാണ്. കൗതുക ലേശം കൂടുതലാണ്, മാപ്പാക്കണം. ഇവന്റെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എഗനസ്റ്റ് സംസാരിക്കുക. മെജോറിറ്റി ആളുകളുടെ ഇഷ്ടങ്ങൾക്ക് എതിരെ സംസാരിക്കുമ്പോൾ ഒരു അറ്റൻഷൻ കിട്ടും. തുറന്നു പറയുകയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെ പറ്റി വളരെ മോശം അഭിപ്രായമാണ്. ഇന്ത്യയുടെ രക്ഷകൻ ഈ കൂറ ക്രിക്കറ്റ് കളി കണ്ടോണ്ടിരിക്കുന്നവരുമായി ഇത്ര വലിയ ഇതായിരിക്കും, അല്ലാതെ ആർക്കും ഇത് ഇത്ര വലിയ കാര്യമായിട്ട് എടുക്കാൻ പറ്റും? ഒരു മാറ്റം ഇല്ല. മീശ വെച്ച് നടന്നുണ്ടായില്ല, പുരുഷനായാൽ ആണത്തം വേണം. ഇവരെ പണ്ട് മറ്റേ ബാല തോക്കുമായിട്ട് വെടിവെക്കാൻ വന്ന സമയത്ത് സീരിയസ്ലി ഇവന്റെ ഭാഗത്ത് സംസാരിച്ചിട്ടുണ്ട്. അത് ഏറ്റവും വലിയ മണ്ടത്തരമാണെന്ന് തോന്നുന്നു. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. എന്തോന്നടാ ഇതൊക്കെ, നാണക്കേട്. അന്ന് വെടിവെക്കാൻ വന്ന സമയത്ത് അവൻ ആ വെടിവെച്ചിട്ട് പോയായിരുന്ന ഒരു ശല്യം, ഒരു പാഴി നാട്ടിൽ നിന്ന് ഒഴിവായി പോയത്. ഒരു കയ്യബദ്ധം, നാറ്റുകരുത്. സഞ്ജു ഇങ്ങനെ മുട്ട നിൽക്കുന്നു, കുനിഞ്ഞിരിക്കുന്നു. മുട്ടയിൽ കുനിഞ്ഞു നിൽക്കുന്നേക്ക് അത് എന്തിനാ? അത് ഇവിടെ വന്ന് പറയേണ്ട ആവശ്യം എന്ത്? അത് നിന്റെ പണി, അത് നീ അങ്ങ് വൃത്തിയായിട്ട് ചെയ്താ പോരെ. അയ്യേ, ആലോചിക്കും തോറും നാണിച്ച് തൊലി പൊളിയുന്നു. ഒരു തോലിഞ്ഞ കളി അതിനകത്തിരുന്നോണ്ട് ഏതോ ഒരുത്തന്നെ അനുസരിച്ചെന്ന് പറഞ്ഞോണ്ട് ഇവിടെ മലയാളികൾ മുഖ്യമന്ത്രിയൊക്കെ അങ്ങ് അഭിനന്ദിച്ചു. ഇന്ത്യക്ക് വേണ്ടി ഇനിയും ചെയ്യുമോ? ഇന്ത്യക്ക് വേണ്ടി എന്തോ എങ്ങനെ കുറച്ച് ഓവറായാലും എല്ലാവരും ശ്രദ്ധിക്കും. ഇവന്റെ ഉദ്ദേശം മനസ്സിലായില്ലയോ? ഈ ഫേസ്ബുക്കിനകത്ത് കമന്റ് വീണ് കഴിഞ്ഞാൽ പൈസ കിട്ടും. ഇവന്റെ തന്തയ്ക്ക് വിളിക്കുന്ന, തള്ളക്ക് വിളിക്കുന്ന, ഇവനെ ആരെയൊക്കെ വിളിച്ചു കഴിഞ്ഞാലും ആ ഇവന്റെ വിളിക്ക്, ആ തെറിക്ക് വിളിക്കകത്ത് ഇവന് പൈസ ഉണ്ടാക്കാൻ പറ്റും. ഇവളുണ്ടല്ലോ 10 രൂപ കൊടുക്കാന്ന് പറഞ്ഞ പൂരപ്പറമ്പിൽ പബ്ലിക് ആയിട്ടിരുന്ന് മൂത്ര വയ്ക്കുന്ന കക്ഷിയാ. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. അങ്ങനെ നാണം കെട്ട് എരന്ന് ഉളുപ്പില്ലാതെ റീച്ച് ഉണ്ടാക്കി പൈസ ഉണ്ടാക്കുന്ന ഒരുത്തൻ. ഇവൻ സമനില തെറ്റി ചെയ്യുന്ന ഈ ഇടയായിട്ട് ഇതിന്റെ സ്ഥിരം പരിപാടിയാ. ഞാൻ പോകുന്നു. ബൈ ബൈ.